കലാവധി ഒന്നും കാണാതെ ഒരു പണിക്കിറങ്ങില്ല. അവരെന്തോ ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. ആദ്യം അഖിലെ കാണാൻ പോകുന്നു, സ്വർണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രനങ്ങളെ കണ്ടിട്ട് കാശ് കടം ചോദിക്കുന്നു. മൊത്തത്തിൽ ഒരു കുഴപ്പം തോന്നുന്നില്ലേ? പക്ഷേ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള ആള് 4 പവന്റെ മാല വാങ്ങി വെറുതെ കൊടുക്കുവോ? എന്തായിരിക്കും ഇപ്പൊ അവരുടെ ഉദ്ദേശം? കലാവധി ആയതുകൊണ്ടേ എന്തോ ആവാം. എന്തായാലും അത് നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ള കാര്യം ഉറപ്പാ. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി അവര് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത സ്ത്രീയാ. ചന്ദ്രനങ്ങൾ പണം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടി അവരുടെ വാശി ഇരട്ടിച്ച് കാണും. എന്തൊരു കഷ്ടമാണിത്. ഒരു ജന്മത്തെ ചെയ്യാവുന്ന സകല ഉപദ്രവങ്ങളും ചെയ്തു കഴിഞ്ഞതാ അവര്. ആദ്യം അച്ഛനെ ഞങ്ങളിൽ നിന്ന് അകറ്റി, പിന്നെ പഞ്ചരത്നത്തെ നശിപ്പിക്കാനൊക്കെ ചെയ്തു. എന്നെ കള്ളക്കേസി കുടുക്കി. ഇനിയും തീർന്നില്ല അവരുടെ കലി. ചിലരങ്ങനെയാണ്. കാലം എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ കലി ഉള്ളിക്കിടന്നിങ്ങനെ പെരുകും. കലാവധി അങ്ങനെ ഒരു ജന്മ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് ആദ്യം തന്നെ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അല്ല, അഖിലെന്ത് പറയുന്നു? വിളിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലെന്നാ പറയുന്നേ. അതില് എത്ര സത്യമുണ്ടെന്ന് ഈശ്വരനറിയാം. എത്രയും പെട്ടെന്ന് ആകാശിനൊരു ജോലി റെഡിയായാൽ മതിയായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവക്കൊരു സമാധാനവും കിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ശരിയാവുമെന്ന് കരുതാം. ജോലിയായ പിന്നെ വീട് വിട്ട് മാറാൻ വലിയ താമസമൊന്നും വേണ്ട. ശരി, ഞാൻ സംസാരിക്കാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ, സഹായിച്ചേ പറ്റൂ. എനിക്കങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ രാജൻ തന്നെ വിളിച്ചത്. ശരി എന്നാ. ആ വർക്ക്ഷോപ്പ് ഇടുന്ന രാജേന്ദ്രനാ മോളെ കൃഷ്ണന്റെ കാര്യം പറഞ്ഞ. അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരാൾ പോയി. നമ്മുടെ കൃഷ്ണനാവുമ്പോ ആ പണിയൊക്കെ അറിയാലോ. അപ്പോ കൃഷ്ണേട്ടനെ പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചല്ലേ? വേറെന്താ ഒരു വഴി? കൃഷ്ണനോട് നന്ദികേട് കാണിക്കുകയാണെന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ എനിക്കിപ്പോ പ്രധാനം നിന്റെ അഭിമന്യുവിന്റെയും കല്യാണം. അത് നടക്കാൻ ഇലയ്ക്കുമുള്ളിലും കേടില്ലാത്തൊരു തീരുമാനം. അങ്ങനെ കരുതിയാ മതി. ഞാൻ അഭിയെ കണ്ടിരുന്നു. ആ സ്ത്രീ കാശ് ചോദിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. സൂക്ഷിക്കണമെന്ന് അഭി പറഞ്ഞ്. സൂക്ഷിക്കണമല്ലോ. കലാവധി അങ്ങനെ വെറുതെ ഒരു ആവശ്യം പറയില്ല. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ പൈസ എനിക്ക് കിട്ടാതിരിക്കാൻ അവൾ ചെറിയ പണിയൊന്നുമല്ല എടുത്തത്. അവസാനം അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതും ചോദിച്ചു വന്നിരിക്കുന്നു. കലാവധിയിലെ ആള്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അച്ഛാ, ഞാൻ അഖിലെ ഒന്ന് പോയി കാണട്ടെ. വേറൊന്നുമല്ല, സുഖമായിരിക്കുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കെന്തോ അതത്ര വിശ്വാസം പോരാ. കല്യാണം നിശ്ചയിച്ചപ്പോഴും കല്യാണം കഴിഞ്ഞ് അവളെ അവിടെ ആക്കിയപ്പോഴും അംബിക മാമി എന്നോട് പറഞ്ഞതാ അവളെ സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. അച്ഛനും മാമി അറിയാലോ, അവര് പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടേ അച്ഛാ? മോളെ, നമ്മൾ അങ്ങോട്ട് ചെന്ന അംബികയ്ക്ക് പിന്നെ അത് ഇഷ്ടക്കുറവാവില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആകാശം അഖില ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. നമ്മള് വിരുന്നിന് വിളിക്കാന്നൊരു നാട്ടു നടപ്പില്ലേ, ആ ന്യായം പറഞ്ഞു പോയാലോ? അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ പറ്റൂ അച്ഛാ. ഫോണിലൂടെ അവളൊന്നും പറയില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവില്ലേ? മോള് പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. വേറൊന്നും കൊണ്ടല്ല. അംബികയുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വഴക്കാവും. അങ്ങനൊരു വഴക്കുണ്ടായ ഈ പറഞ്ഞ അകലേക്കാ അത് കൂടുതൽ പ്രശ്നമാവുക. മോളൊരു കാര്യം ചെയ്യും, അനക്കയില്ലേ, അവിടെയും കൂട്ടി പോ. അത് വേണ്ടച്ച. അനക്കയ്ക്ക് മൂക്കത്താ ദേഷ്യം. എന്തേലും അന്യായം കണ്ട അവളുടെ സ്വഭാവം മാറും. ഞാൻ പോവാം. ഞാൻ ഒറ്റയ്ക്ക് മതി. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.